ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. സർ, ഞാനിന്ന് എന്തൊക്കെയാ ചെയ്യണ്ടേ? ഏതൊക്കെ ഫയലുകൾ എടുക്കണ്ടേ? അതൊക്കെ ഇനി മുതല് ശേഖരം നോക്കിക്കൊള്ളൂ. നിന്റെ ഹെൽപ്പ് വേണ്ട. അയാളൊരു നല്ല മനുഷ്യനാ സാറേ. സാറിനെ മന്ത്രിയാക്കാന്നല്ലേ അയാള് പറഞ്ഞേ? എടാ മരമൊണ്ട, അവൻ പറഞ്ഞിട്ട് പോയതിന്റെ പൊരുൾ നിനക്ക് എന്തെങ്കിലും മനസ്സിലായോ? അവന്റെ മകളുടെ കുറുകെ ചെന്നാൽ എന്റെ മകൾ ഉണ്ടാകില്ല, തീർത്ത് കളയുന്ന അവൻ പറഞ്ഞ്. വാർണിംഗ്. രാവിലെ വല്യമ്മാവനെയും പുതിയ കൈമണിയായ കുഞ്ഞമ്മാവനെയും കാണുന്നില്ലല്ലോ. രണ്ടിനെ ആരെങ്കിലും തല്ലിക്കൊന്നോ? ആര് കൊല്ലാൻ? രണ്ടെണ്ണവും പ്രതാപന്റെ റൂമിൽ കാണും. ഇപ്പോ പ്രതാപനോട് രഹസ്യം പറച്ചിലല്ലേ ശേഖരന്റെ പണി. ഏതു നേരവും ഒട്ടിയാ നടപ്പ്. രമണനും മദനനും പോലെ. ആരാമേ രമണനും മദനനും? നിങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വല്ലവരും ആണോ? എടാ മണ്ട, അത് രണ്ട് ആട്ടിടയന്മാരാ. ചങ്ങമ്പുഴയുടെ രമണൻ എന്ന ഖണ്ഡകാവ്യത്തിലുള്ളതാ. ആഹാ, അമ്മ പണ്ട് കവിതയൊക്കെ വായിക്കുമായിരുന്നു അല്ലേ? പണ്ട് പഠിക്കാനുണ്ടായിരുന്നതാ. അങ്ങനെ എന്റെ കഷ്ടകാലത്തിന് ഞാനത് വായിച്ചു പോയി. ഓ, എനിക്ക് പുസ്തകം കൈ കൊണ്ട് തൊടുന്നത് അറപ്പാ. പാരമ്പര്യമായി കിട്ടിയതായിരിക്കും. എനിക്കും അങ്ങനെ തന്നെയാ. പുസ്തകം കാണുമ്പോ ഒരുമാതിരി മേലാകെ തരിക്കും, ഒരുമാതിരി അലർജി പോലെ. ഊർമിള വരുന്നുണ്ട്. ഊർമിളയോ? അതാരാ? ഈ പോഴനെ രാമായണം പോലും അറിഞ്ഞൂടാ. എടാ, ഊർമിളയെ ലക്ഷ്മണന്റെ ഭാര്യയാ. ഇപ്പോ രാമലക്ഷ്മണന്മാരെ പോലെയാണല്ലോ നിന്റെ വല്യമ്മാവനും ചെറിയമ്മാവനും. അതുകൊണ്ട് ഞാനൊന്ന് ഉദാഹരിച്ചതാ. തള്ളിയും മോനും കൂടെ എന്നെക്കുറിച്ച് എന്തോ പറഞ്ഞു. രാവിലെ വെറുതെ വഴക്കിന് പോണ്ട. ഇന്നത്തെ ഒരു ദിവസം വെറുതെ പോവും. ഇവിടെ പോസിറ്റീവായ മനസ്സോടൊന്നും നിൽക്കാൻ പറ്റില്ല. ഇതുപോലുള്ള നെഗറ്റീവുകളല്ലേ ചുറ്റും. യാമിനി, പ്രതാപൻ ഓഫീസിലേക്ക് പോയോ? ഇല്ല, പ്രതാപേട്ടനും ശേഖരേട്ടനും കൂടി രാവിലെ കാറിൽ കയറി എങ്ങോട്ട് പോകുന്നുണ്ടോ? പ്രതാപനിപ്പോ പല കാര്യത്തിലും എന്നെ ഒഴിവാക്കുക. ശേഖരനുമായിട്ടാ കൂട്ട്. ഇത് അവസാനിപ്പിക്കണം. ഓ, എഴുന്നള്ളിയോ രണ്ടും? മക്കള് വാ. നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് എടുക്കട്ടെ? വേണ്ട ചെറിയമ്മേ, ഞങ്ങൾ കഴിച്ചതാ. മാഡം, വർമ്മ സാറ് മുറിക്കകത്തുണ്ടല്ലോ അല്ലേ? ഇല്ല രാജു, ശേഖരേട്ടനുമായിട്ട് പുറത്തേക്ക് പോയിരിക്കുക. വരുന്നുണ്ട് പാച്ചുവും കോവാലനും. ഇനി അവരാരാന്ന് എന്നോട് ചോദിക്കല്ലേ. മോനെ പ്രതാപ, ഇവനെയും കൂട്ടി രാവിലെ ഇവിടെ പോയതാ. ഒരാളെ കാണാനുണ്ടായിരുന്നു ചേച്ചി. ശരാ, ഞാൻ വേഗം റെഡിയായി വരാം. ശരിയേട്ടാ.
ശേഖരൻ സാറേ, എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. ഓ, ഒരു കാര്യം ഞാൻ ഇപ്പോഴാ ഓർത്തത്. ഞാൻ ഇപ്പൊ വരാമേ രാജു. നിങ്ങൾ വാ. എന്തൊക്കെയോ അടിയൊഴുക്കുകൾ ഇവിടെ നടക്കുന്നുണ്ടല്ലോടാ. അമ്മ ആദ്യം ആ CA വശത്തൊക്കെ നോക്ക്, ഇല്ലെങ്കിലേ പണി വാളും. നീയേ ഇടയ്ക്കിടയ്ക്ക് CA എന്ന് പറഞ്ഞ് എന്നെ വരട്ടാൻ നോക്കണ്ട. ഒത്തിരി കാര്യങ്ങളെ ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തവളാ ഞാൻ. എനിക്കറിയാം എന്ത് ചെയ്യണോന്ന്. അയ്യോ, എന്നോട് ദേഷ്യപ്പെടണ്ട. ആപ്പിൽ ചെന്ന് വീഴാതിരിക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഉം. സർ, ഞാനിന്ന് എന്തൊക്കെയാ ചെയ്യണ്ടേ? ഏതൊക്കെ ഫയലുകൾ എടുക്കണ്ടേ? അതൊക്കെ ഇനി മുതല് ശേഖരൻ നോക്കിക്കൊള്ളൂ. നിന്റെ ഹെൽപ്പ് വേണ്ട. ഇതെനിക്കങ്ങ് ഇഷ്ടപ്പെട്ടു. ഈ വക പണികളാ പ്രതാപനിൽ നിന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സാറിന് എന്നോട് എന്തോ പിണക്കമുള്ളതുപോലെ. സാറിന്റെ മനസ്സിൽ എന്താണെന്ന് തുറന്നു പറഞ്ഞിരുന്നെങ്കിൽ അതെനിക്കൊരു ആശ്വാസമായിരുന്നു. എല്ലാവരുടെ മുമ്പിലും എല്ലായ്പ്പോഴും അങ്ങനെ മനസ്സ് തുറക്കാൻ എനിക്ക് നേരമില്ല. ഇത്തിരി തിരക്കുള്ള ആളാ ഞാൻ. പ്രതാപേട്ടൻ, യാമിനിയും ശേഖരനും ഇതിൽ ഇടപെടണമെന്നില്ല. ഇതെന്റെ വ്യക്തിപരമായ പ്രശ്നമാണ്. ദേ, ഇതും എനിക്കങ്ങ് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ സാറിനെ വേദനിപ്പിക്കുന്ന തരത്തിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് എന്റെ വിശ്വാസം. കൂടുതൽ വിശദീകരണങ്ങളൊന്നും വേണ്ട. ഞാൻ പറയുന്നതും കേട്ടാ മതി. രാജുവും ഹൃതിയും ഇനി മുതൽ ഓഫീസ് കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്ന് വെച്ചാ ഓഫീസ് കാര്യങ്ങൾ ഇപ്പൊ നോക്കുന്നതും അതിന്റെ ചാർജും ദീപകിനാ.